കണ്ട ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ അധികം നമ്മൾ ട്രാൻസ് വുമൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അല്ലെ. ഇതും ഒരു ട്രാൻസ് വുമൺ ആണ് കേട്ടോ. കാണിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇത് എന്തായിരിക്കും എന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിക്കാം. അപ്പൊ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതായത് എറണാകുളത്തോ കൊച്ചിയിലോ മറ്റേ 2 ട്രാൻസ് വുമൻസിനെ വളരെ ക്രൂരമായിട്ട് 2 യുവാക്കൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കേട്ടോ. കാരണം ആ ഒരു നല്ല രീതിയിൽ എന്തോ കമ്പി വെടി കൊണ്ടോ മറ്റോ ആണ് അവരെ ഉപദ്രവിച്ചിരിക്കുന്നത്. അത് അവരുടെ തൊടയിലൊക്കെ അടിച്ചിരിക്കുന്നു. എന്നിട്ട് നല്ല രീതിയിൽ ചോര ചത്ത് കിടക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നോ, നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇതാ. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിന്റെ ചെറിയൊരു വീഡിയോ കൂടെ നമുക്കത് കണ്ടിട്ട് വരാം. നമസ്കാരം. ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് എണീറ്റ് നടക്കാൻ പോലും വയ്യ. അവരുടെ കാലുകളിൽ ഏറ്റേക്കുന്ന ക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആജീവനാന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിന് തല്ലിച്ചതച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന പോലെ കട്ടാമ്പാര ഉപയോഗിച്ചിട്ടാണ് കൊലപാതക ശ്രമം വരെ നടത്തിയിരിക്കുന്നത്. ഇതുപോലെ 2-3 കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മനുഷ്യനായി ഞങ്ങളെ എല്ലാവരും, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൂടെയും ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്നു, മാറ്റങ്ങളുണ്ടെന്ന് പറയുമെങ്കിലും ഈ ഒരു കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ. ഏതൊരു ഗവൺമെൻറ് വന്നാലും, ഏതൊരു നിയമപാലകർ വന്നാലും, പൊതുജനങ്ങൾ വന്നാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മൃഗീയമായ കാട്ടിക്കൂട്ടലുകൾ, മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഞങ്ങളിവിടെ കണക്കുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് അടക്കമുണ്ടാവുന്ന അവരുടെ കാലടക്കം തല്ലി ചതച്ച് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള മൃഗീയമായ നിങ്ങൾ കാണുന്നതിൽ ഇത്രയും പ്രശ്നങ്ങളോട് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ ഒരു തരത്തിലുള്ള പ്രൊവോക്കിങ്ങും ഉണ്ടാവാതെയാണ് അവരെ കയറി ഉപദ്രവിച്ചത്. പോലീസുകാർ ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷനും കൃത്യമായി എടുക്കുന്നില്ലെന്ന് തന്നെയാണ് ശരിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഞങ്ങളും ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മാനുഷിക പരിഗണനയുള്ള മനുഷ്യരാണ്. ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരും നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരില്ലെങ്കിൽ ഞങ്ങൾക്ക് സാമാന്യം ജീവിക്കാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ഉണ്ട് ഒരുപാട് വിഷമം തോന്നി കേട്ടോ. കാരണം അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അവരുടെ ആ ഒരു എന്താ പറയാ, ഓരോരുത്തരും ദൈവം ഓരോ രീതിയിലാണല്ലോ അവർക്ക് ജനനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അവരുടെ ആ ഒരു സാഹചര്യം കൊണ്ട് അവർ ആ ഒരു രീതിയിലായി. അവരും മനുഷ്യരാണ്. അവർക്കും നമ്മളെ പോലെ തന്നെ ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും കാര്യങ്ങളും ഉള്ളവർ തന്നെയാണ്. അപ്പൊ അവരെ ഇതുപോലെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും അതിപ്പോ അത് ചെയ്തവന്മാരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഇവരെ ഇതുപോലെ ഉപദ്രവിക്കാനുള്ള ഒരു ഇതും നമുക്ക് ആർക്കും തന്നെ ഇല്ല അല്ലെ. അവരും നമ്മളെ പോലെ മനുഷ്യര് തന്നെയാണ്. അയ്യോ, എന്തോ പാര കൊണ്ടോ മറ്റാണോ അടിച്ചിരിക്കുന്നത്. കാലിൽ അതിങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു, അവർക്ക് ജീവിക്കേണ്ടതല്ലേ, അവർക്ക് തുടർന്ന് മുന്നോട്ട് ജീവിക്കേണ്ടതാണ്. ഇതുപോലെയൊക്കെ അവർ ഉപദ്രവിച്ചു കഴിഞ്ഞാലായിട്ട് അവർക്ക് എന്താ പറയാ, അവർക്ക് ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൽ നിന്ന് പോലും സംരക്ഷണം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പോലുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, എന്തായാലും ഇത് ചെയ്തവർക്ക് എതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമ്മളും ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, ഒരു പരിധി വരെ കേട്ടോ. കാരണം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. അതിൽ നല്ല രീതിയിൽ നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് കേട്ടോ. അവരവരുടേതായിട്ടുള്ള രീതിക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷേ ഇതേ രീതിയിൽ കുറച്ച് ആൾക്കാർ വളരെയധികം മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഒരാളുടെ വീഡിയോ ആണ് നമ്മൾ ആ തുടക്കം കണ്ടത്. അതിലൊരു ട്രാൻസ് വുമൺ ആണത്. അവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ഒരു ഗണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് ആണെന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ ഇവരുടെ കൂടെ തന്നെ കുറച്ച് ആൾക്കാർ ഇവരുടെ തന്നെ പേര് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ആ ഒരു വില കളയാൻ വേണ്ടി കുറച്ച് ആൾക്കാരും ഉണ്ട്. അതായത് ഒരുമാതിരി വേഷം കെട്ടും കാണിച്ച്, ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ട്രാൻസ്വുമൺ കാണിക്കുന്നത് ഒരു വയസ്സനായിട്ടുള്ള ഒരു കളവനുമായിട്ടുള്ള ഒരു ലീലാവിലാസങ്ങളാണ് കാണിക്കുന്നത്. അത് എന്തിന്റെ പേരിലാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ട്രാൻസ്വുമൺ, അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ അവര് ഇതുപോലുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. കൂടുതലായിട്ടും കുറെ മോഡേൺ ഡ്രസ്സ് കിട്ടുമെന്ന് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ
ഒരുപാട് വൃത്തികെട്ട പരിപാടികൾ കാണിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇവരോട് സത്യം പറഞ്ഞ വെറുപ്പും ദേഷ്യം അറപ്പും തോന്നും. പക്ഷെ ഈ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇവരുടെ കൂടെ തന്നെ ഇവരുടെ വില കളയുന്ന അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് മോശം വരുത്തുന്ന അല്ലെ മോശം പറയിപ്പിക്കുന്ന ചില വ്യക്തികളും ഉണ്ട്. കുറച്ചധികം ആൾക്കാരുണ്ട്. ഇവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നമ്മൾ ഇനിയിപ്പോ ഇവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ പൊന്നോ, അതും ഏതും പോരാത്ത ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ മോശക്കാരായി. എങ്കിൽ പോലും ഇപ്പൊ ഇത് സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം ഈ കഴിഞ്ഞ ദിവസം ആ ഒരു കൊച്ചിയിൽ ആ 2 ട്രാൻസ് വുമൻസിനെ ഉപദ്രവിച്ചത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവര് ഏതോ 2 മണിക്കോ പറ്റിയാണോ കൂട്ടുകാരിയെ കാത്തു നിന്നതെന്നൊക്കെ പറയുന്നു. ആ ഒരു സമയത്തൊക്കെ പോകുമ്പോഴത്തേക്കും അതെന്തിനാണ് ആ ഒരു സമയത്തൊക്കെ പോകുന്നതെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ അവരെ ആ ഒരു സമയത്ത് അവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് 2 യുവാക്കൾ ചെന്നിട്ട് അവരെ കൊല്ലുന്ന രീതിയിൽ, അല്ല അവരെ കൊലപ്പെടുത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെ ഉപദ്രവിച്ചത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. എന്തായാലും അവർക്ക് നീതി ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ഒരു വിഭാഗം അവരും ജീവിക്കട്ടെ. അവരും മനുഷ്യരാണ്. അവർക്ക് നമ്മളെ പോലെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കും ഉണ്ട്. പക്ഷെ ഇവരുടെ കൂടെ തന്നെ കുറെ അധികം വേണ്ടാദിനങ്ങളെ കാണിച്ച് നാറിത്തരങ്ങളും കാണിച്ച് ജീവിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. കാരണം എന്തുവാകാം ഇവര് പെണ്ണിന്റെ ആ ഒരു സർജറിയും കഴിഞ്ഞ് എല്ലാ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുവാകാം എന്നുള്ള രീതിയിൽ വൃത്തികേട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിതം കുറെ അധികം ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും എനിക്ക് തോന്നിയ കാര്യം പറയാതിരിക്കാൻ വയ്യ. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ആ തുടക്കം കണ്ട ആ ഒരു വീഡിയോ. ആ ഒരു പെണ്ണുമ്പിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ട്രാൻസ്വുമൺ ആണ്. അവർ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻസ്റ്റഗ്രാമിലെ അവരുടെ വീഡിയോസും കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മതി. അഴിഞ്ഞാട്ടം എന്ന് വെച്ചാൽ പക്ക അഴിഞ്ഞാട്ടം, വൃത്തികെട്ട പരിപാടികൾ മാത്രമാണ് അവർ കാണിക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കിളവനിന്റെ കൂടെ കിടന്ന് അവർ കാണിക്കുന്ന പരിപാടികൾ കണ്ടില്ലേ? ഒരുമാതിരി മോഡേൺ ഡ്രസ്സ് ഇട്ട് അവിടവും കാണിച്ചു ഇവിടെ നേക്കഡായിട്ട് വരെ അവർ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ എന്തുവാ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഭാഗത്തിലെ ആൾക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ വൃത്തികേടും കാണിച്ചു കിടക്കണം കുറെ അധികം ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാ ആൾക്കാരും അതുപോലെയല്ല. നല്ല രീതിയിൽ നല്ല അന്തസ്സായിട്ട് നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. അവരോട് നമുക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. കാരണം അവരും മനുഷ്യരാണ്. അവരെ നമുക്ക് ഒരിക്കലും അവഗണിക്കേണ്ട കാര്യമില്ല. അവരുടെ ആ ഒരു ഇതെല്ലാം കൊണ്ട് അവർ ആ ഒരു രീതിയിലാകുന്നു. അവരും ജീവിക്കട്ടെ, അവരും അധ്വാനിച്ച് തന്നെ ജീവിക്കട്ടെ. പക്ഷെ ഇതേ രീതിയിൽ വൃത്തികെട്ട പരിപാടികൾ കാണിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോടാണ് ചില ജനങ്ങൾക്ക് വെറുപ്പാണ്. അതായത് ചില ആൾക്കാർ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ കാണിക്കുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആൾക്കാർ വെറുക്കും.